എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ പ്രണയിക്കാൻ ഒരു ദിവസം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്ക് 365 ദിവസം പ്രണയിക്കാം അല്ലേ? അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാനും ജാനും വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കിട്ടാത്ത മുന്തിരി വിളിക്കുന്ന പറഞ്ഞ പോലെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം. ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞ് സമാധാനിച്ച പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഗിഫ്റ്റ് കിട്ടിയവർക്കും ഇല്ലാത്തവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു കേക്ക് ഒക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വയ്യാത്ത കാരണം അധികം നേരം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാനൊരു മധുരം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് യൂസ്ഫുൾ ആണ് എല്ലാവർക്കും. കാരണം ഒരു ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പഴം ചേർത്തിട്ടുള്ള ഓത്തന്റിക് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് പഴം ചേർക്കാത്ത ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഈ പാളയംകോടൻ പഴം, അതായത് മൈസൂർ പൂവൻ പഴം കിട്ടാനില്ല എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. മാത്രമല്ല കുറച്ച് ദിവസം നമുക്ക് കേടാവാതെ ഇത് വെക്കാനും സാധിക്കും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഇന്നലെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും അതേപോലെ കമന്റുമായിട്ടും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നല്ല വ്യത്യാസമുണ്ട്. മരുന്നൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ റെമഡീസ് ഒക്കെ ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സിലിക്കൺ ഓയസിലെ കമ്മ്യൂണിറ്റി മാർക്കറ്റ് നാളെയാണ്. ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ മിക്കവാറും 5 മണി മുതൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് ഈ പ്രണയദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ അത് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ സെയിം കളർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശർക്കര ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അളവ് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ ശർക്കരയ്ക്ക് അനുസരിച്ചും മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 400 ഗ്രാം ശർക്കര ഞാൻ ആദ്യം ഉരുക്കി വെക്കട്ടെ. അതിൽ ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഉരുക്കി ഒഴിക്കാം. അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം 400 ഗ്രാം എടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് 4 വലിയ കഷ്ണം ശർക്കരയാണ് 400 ഗ്രാം എന്ന് പറയുന്നത്. ഞാനിതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇത് പതുക്കെ കിടന്ന് ഉരുകിക്കോട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉരുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ശർക്കര പൊടിയായിട്ട് അരിഞ്ഞിട്ടാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ശർക്കര ഉരുകി കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇടുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഓണം വിഷുവിൻ്റെ സമയത്തൊക്കെ ശർക്കര കൂടുതൽ വാങ്ങിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ശർക്കര എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക, ഈ പൂപ്പലൊക്കെ വരാതെ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്ന് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഒരു കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അതല്ലെങ്കിൽ സിബ്ലോക്ക് കവറിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ പുറത്തധികം ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ ഒരു പൂപ്പൽ പോലെ വൈറ്റ് കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ശർക്കര നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാതെ അപ്പുറത്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാനൊരു ദിവസം എനിക്ക് അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശർക്കര ഇതുപോലെ പാനിയാക്കാൻ വേണ്ടി കണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഫോൺ വന്നപ്പോൾ ഞാൻ ഈ ശർക്കര പാനിയുടെ കാര്യം മറന്നുപോയി. ഞാനങ്ങ് സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരിയുന്ന സ്മെല്ല് വന്നപ്പോൾ എൻ്റെ ഈ അടപ്പായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളിത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി പതഞ്ഞ് പുറത്തേക്ക് ചാടും. അപ്പോൾ ഇത് അടുപ്പിൽ വീണ് കഴിഞ്ഞാൽ അറിയാലോ, ആകെ പുകയും. പിന്നെ ഇവിടെയാണെങ്കിൽ ഫയർ അലാമൊക്കെ അടിക്കും. ആകെ ബഹളമായി. അപ്പോൾ പിന്നെ നമുക്ക് വൃത്തിയാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കാൻ വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വന്ന് ഇളക്കാൻ മറക്കരുത്. പിന്നെ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതുപോലത്തെ ചെറിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ശർക്കര ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചൂടോടുകൂടി അരിച്ചെടുക്കും. കാരണം എൻ്റെ കയ്യിലുള്ളത് മെറ്റലിൻ്റെ അരിപ്പയാണ്. അതേസമയം അതിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടോടുകൂടി നിങ്ങൾ ഒരിക്കലും അരിപ്പയിൽ കൂടി അരിക്കാൻ പാടില്ല. കാരണം അത് ഒന്നാമത് പ്ലാസ്റ്റിക് ഉരുകി പോകും, മാത്രമല്ല അത് ഹെൽത്തിനും നല്ലതല്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അരിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിച്ചിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് എള്ളും അതുപോലെ തന്നെ തേങ്ങയുമാണ് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തിടാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ തേങ്ങക്കൊത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ, അതായത് ചിരകിയ തേങ്ങ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ സ്മെല്ല് തീരെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായി വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ആവട്ടെ.
നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെയ്യ് ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോക്കനട്ട് അധികം താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിലേക്ക് കോക്കനട്ട് നല്ലതാണ്, അത് ഫ്ലേവർ നല്ലതായതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴത്തെ ഭാഗം കരിഞ്ഞു പോകും, മേലത്തെ ഭാഗം കുക്കായിട്ടുണ്ടാവില്ല. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഡിണ്ടിഗലിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ വല്യമ്മ അമ്മയുടെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു ഉണ്ണിയപ്പമാണ്. കാരണം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ പഴം വെച്ച് ചേർത്തുള്ള ഉണ്ണിയപ്പം അധികം ദിവസം ഇരിക്കില്ലല്ലോ, പെട്ടെന്ന് തന്നെ കേടായി പോകും. 1-2 ദിവസം അത് ഇരിക്കുള്ളൂ. പക്ഷേ ഈ ഉണ്ണിയപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും. പക്ഷേ ഹോസ്റ്റലിൽ വരുമ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ കാലിയായി പോകും. അത് വേറൊരു സത്യം. എന്നാലും വല്യമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടും. വല്യമ്മ ചിലപ്പോൾ ഇതിൽ വേരിയേഷൻസ് ഒക്കെ വരുത്താറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പഞ്ചസാര ചേർക്കും, ചിലപ്പോൾ ശർക്കര ചേർക്കും, ചിലപ്പോൾ റവ ചേർക്കും, ചിലപ്പോൾ മൈദപ്പൊടി അരിപ്പൊടിയും ചേർക്കും. അങ്ങനെ ഒരുപാട് വേരിയേഷൻസിൽ പുള്ളിക്കാരി ചെയ്യാറുണ്ടായിരുന്നു. വല്യമ്മ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വല്യമ്മ. കാരണം ഒരുപാട് നല്ല നല്ല ആഹാരം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മേനേക്കാളും കൂടുതൽ എനിക്ക് ഇതുപോലെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കി തന്നുള്ള എൻ്റെ വല്യമ്മയാണ്. ഞാൻ മുട്ടപ്പത്തിരിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താ പറയുക, നമ്മുടെ കൂടെ ഇല്ലെങ്കിലും വല്യമ്മ ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. തേങ്ങ വറുത്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം കൂടി നെയ്യ് ഒഴിക്കാം. ഒരുപാട് നെയ്യൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മാത്രം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ എള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തീ കുറച്ചേ വെച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങും എള്ളിൻ്റെ. അപ്പോൾ നമ്മുടെ എള്ളും നന്നായിട്ട് റോസ്റ്റായ സ്മെൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആ തേങ്ങ വറുത്തതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിലേക്കുള്ള കൂട്ട് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. 1 ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത്. 240 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദ. അപ്പോൾ നിങ്ങൾക്ക് മൈദ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ആട്ട ചേർക്കാം. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെന്ന ആൾക്കാരാണെങ്കിൽ ആട്ട ചേർത്ത് കൊടുക്കാം. പക്ഷേ മൈദ വെച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് ആട്ട വെച്ചുണ്ടാക്കിയാൽ കിട്ടില്ല. എന്നാൽ പോലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സെയിം അളവിൽ സെയിം ഗ്ലാസ്സിൽ നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കുക. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടിയും മൈദയും. ഞാൻ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനും പറയാറില്ല എപ്പോഴും ഒരു മധുരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാടല്ല, ഒരു അല്പം മാത്രം. അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ എള്ളുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ഇടാം, അതുപോലെ തന്നെ ഏലക്ക പൗഡർ ഇടാം. പക്ഷേ ഞാൻ ഉണ്ണിയപ്പത്തിൽ ഇത് ഇടുന്നില്ല. ഞാൻ ഇത്ര ഐറ്റംസ് മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിക്ക് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിന്. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് പാകത്തിനുള്ള മധുരം ഓൾറെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ ശർക്കരപ്പാനി ഒഴിക്കേണ്ട. അതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ചും കൂടെ ആവാം. ഞാൻ മുഴുവൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉണ്ണിയപ്പത്തിന് മധുരമില്ലെങ്കിൽ പിന്നെ ഉണ്ണിയപ്പം നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഉരുക്കിയ ശർക്കരപ്പാനി, അതായത് 4 കട്ട ശർക്കര, 400 ഗ്രാം ശർക്കര ഉരുക്കിയത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നോക്കൂ, ഇപ്പോഴും നല്ല തിക്കാണ് അല്ലേ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമുക്കിതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഒരുപാട് തിളച്ച ശർക്കരപ്പാനി ഒഴിക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിക്കാനേ പാടുള്ളേ. അത് എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാവ് അങ്ങ് വെന്ത് പോകും. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പച്ചവെള്ളമല്ല, ചൂടില്ലാത്ത വെള്ളമാണ് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരുമിച്ച് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കണമെന്ന് വിചാരിക്കാം ഈ ശർക്കരയ്ക്ക് പകരമായിട്ട്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണെങ്കിലും വെള്ളം പതുക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നിങ്ങൾ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അഥവാ വെള്ളം ഒഴിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബാറ്ററിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. സ്വീറ്റ്നെസ് നോക്കിയിട്ട് മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈവനായിട്ട് മിക്സ് ആവണം കേട്ടോ. താഴെയൊക്കെ കറക്റ്റായിട്ട് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കറക്റ്റാണ് മധുരം കേട്ടോ. ഇത് നമുക്ക് ഇനി 20 മിനിറ്റോളം അടച്ച് വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി കിട്ടും. പക്ഷേ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിനിമം 20 മിനിറ്റെങ്കിലും ചെറിയൊരു ചൂടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല, അടുക്കളയിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ പുറത്ത് ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണിയിൽ അവിടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഉണ്ണിയപ്പച്ചട്ടി ഉപയോഗിക്കാം. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഉണ്ടാക്കാം. പക്ഷേ ഒലിവ് ഓയിലൊന്നും ഇത് ഉണ്ടാക്കരുത് കേട്ടോ, പിന്നെ നമ്മുടെ കേരള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മാക്സിമം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് നെയ്യിലുണ്ടാക്കാം. നെയ്യിൻ്റെ സ്മെല്ല് നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെയ്യിലുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണേ. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കുഴിയുള്ള പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ മാവ് ആ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഓവറായി ചൂടാവാൻ പാടില്ല, മീഡിയം ചൂടാവാൻ മാത്രം പാടുള്ളൂ നമ്മുടെ എണ്ണ. അതെപ്പോഴും ശ്രദ്ധിക്കണം. എണ്ണ ഓവറായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ച വശം തന്നെ അതങ്ങ് ബ്രൗൺ കളറായിട്ട് മാറും, പക്ഷേ ഉൾവശം കുക്കായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒട്ടും ചൂടായിട്ടില്ലെങ്കിൽ, അതായത് തീരെ ചൂടാവാത്ത സമയത്ത് നമ്മൾ ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഒരുപാട് എണ്ണ നമ്മുടെ ഉണ്ണിയപ്പം വലിച്ചു കുടിക്കും. അപ്പം അത് രണ്ടും ശ്രദ്ധിക്കണം. അപ്പം മീഡിയം ചൂടുള്ള സമയത്ത് മാത്രം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ മൈദ ഉപയോഗിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ചില ബേക്കറിലൊക്കെ കിട്ടാറില്ലേ മൈദ ഉണ്ണിയപ്പം എന്ന് പറയുന്നത്, അതിലൊട്ടും അരിപ്പൊടി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അരിപ്പൊടിക്ക് പകരമായിട്ട് മൊത്തത്തിൽ മൈദ ചേർത്താൽ മതി. ഞാനിപ്പോൾ രണ്ടും ചേർത്തു എന്ന് മാത്രം. അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടിയുടെ അളവ് കുറച്ചിട്ട് മൈദയുടെ അളവ് കൂട്ടുക. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യം, ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റൗവ് ഇൻഡക്ഷൻ കുക്കർ ആണോ എന്നാണ്. ഇത് ഇൻഡക്ഷൻ കുക്കർ അല്ല കേട്ടോ. ഇതിൻ്റെ പേര് സെറാമിക് ഇലക്ട്രിക് ഗ്ലാസ് ടോപ്പ് എന്നാണ്. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള പാത്രങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഈ സ്റ്റൗവിൽ എല്ലാ പാത്രങ്ങളും എനിക്കിതിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അടി ഫ്ലാറ്റായിട്ടുള്ള പാത്രങ്ങളാണ് കൂടുതൽ പറ്റുള്ളൂ. കാരണം ഉരുണ്ടിരിക്കുന്ന പാത്രങ്ങൾ, താഴെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പാത്രങ്ങളാവുമ്പോൾ ചൂട് സ്പ്രെഡ് ആവാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് പിന്നെ മാത്രമല്ല ശരിക്കും ഇരിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും എൻ്റെ വീഡിയോയിൽ അല്ലേ, കള്ളുടിയൻ പാത്രങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റൗവിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇൻഡക്ഷൻ കുക്കറല്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വേൾപൂളിൻ്റെ ആണ്. ഇതിനിപ്പോൾ ഇവിടുത്തെ പൈസ 2500 ദിറംസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ കുറച്ച് മാവ് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. മേലെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ചൂട് വരുന്നുണ്ട് കയ്യിലോട്ട്. നമുക്ക് അതിലോട്ട് ഓരോ കുഴിയിലോട്ട് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ എന്നല്ല, നമ്മുടെ കുഴിയിലേക്ക് ഭാഗത്തുനിന്ന പോലെ ഒഴിച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. നമുക്ക് സുഖമായിട്ട് ഒഴിക്കാൻ പറ്റണം, പക്ഷേ ഓവറായിട്ട് ലൂസ് ആവാൻ പാടില്ല. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒഴിച്ച ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോകില്ല. ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒഴിച്ച ഓർഡറിൽ തിരിച്ചിട്ടാൽ മതി. നല്ലൊരു കളർ വരുന്നവരെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിൽ കുക്കായി കിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നോക്കാറില്ല, ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പോറബിൾ കൺസിസ്റ്റൻസി ആയിരിക്കണം, അത് ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി. ഇപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ചെയ്യുക. പിന്നെ മാത്രമല്ല നിങ്ങൾ ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടിലേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതേപോലെ നല്ല സുഖമായിട്ട് സ്പൂണിൽ നിന്ന് താഴേക്ക് എണ്ണയിലോട്ട് വീഴുന്നുണ്ടെന്നുള്ള പരുവം കേട്ടോ. നല്ല കളർ വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ടിട്ട് കറക്റ്റായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിലും കുക്കായിട്ടുണ്ടാവില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാൻ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആവാറായി. അപ്പോൾ അതുപോലെ തന്നെ മൊത്തത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഒരു 3 ബാച്ചിന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കാരണം ഇരിക്കുന്നോറും ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 20 മിനിറ്റാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുറച്ചും കൂടെ നേരം വെക്കണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കാൻ പാടില്ല. പഴം ചേർത്ത് ഉണ്ണിയപ്പത്തിന് പ്രത്യേക സ്വാദാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്തിടാം. പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പാകത്തിന് മധുരവും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് 2 മണിക്കൂറോളം അടച്ചു വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും നിങ്ങളിത് അടച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് വേണോ? റഫേലോ വേണോ? ഫെറേറോ കൺഫെറ്റേറിയ, ലേസ് ഹാർട്ട്. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ലല്ലോ. അറിയില്ല. ഒരു താങ്ങി വാങ്ങിച്ചിരുന്ന എന്ത് കാര്യം? ഇതൊന്നും കണ്ടിട്ട് ആടണ്ട. ഒന്നും കിട്ടില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊന്നും പറയില്ല. എന്തിനത്? ബാക്കിയുള്ള ദിവസം വാലന്റൈൻ അല്ലേ? അപ്പൊ പിന്നെ ഈ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് എന്തിനാ? 365 ദിവസം വേണ്ട, 340 ദിവസമൊക്കെ വാലന്റൈനാണ്. അവര് 25 ദിവസം നല്ല ഉണ്ട്, നല്ല നന്നായി പോകുള്ളൂ. ശരി ശരി ശരി. അപ്പൊ കേട്ടല്ലോ. ഹാപ്പി വാലന്റൈൻസ് ഡേ.